ഞാനൊരു വിഷയം നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. ഒരു ഗുണപാഠമെന്നോണം നേരിട്ട് കണ്ട ഇടപെടേണ്ടി വന്ന അനുഭവസ്ഥനായ ഒരു വാർത്ത, ഒരു സംഭവം. അത് പറയാനിരിക്കുമ്പോഴാണ് മറ്റൊരു സുഹൃത്ത് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നത്. അപ്പോൾ അന്നേരം വിചാരിച്ചു അത് കേൾപ്പിച്ചിട്ട് ഞാൻ പറയാനുള്ളത് പറയാം. ആദ്യം ഇതൊന്ന് കേൾക്കാം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുത്. വേദന സംഹാരികൾ മാത്രം നൽകുക. സാധ്യമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക. ഒരു നിയന്ത്രണവും പാടില്ല. സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ മാത്രം മതി. നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക. സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകി കുടുംബം കുളം തോണ്ടരുത്. മരണം പ്രകൃതി നിയമമാണ്. അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. എല്ലാം ഒരു മായയാണ്. വൃദ്ധരെ ഐസിയുവിൽ കിടത്തി കുടുംബത്തെ കൊള്ളയടിക്കാൻ വൈദ്യ സമൂഹത്തെ അനുവദിക്കരുത്. മരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിപ്പോ. വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്ന അടയാളം കാട്ടുമ്പോഴും വിധിയല്ല. ആഹാരം അടിച്ചു കലക്കി മൂക്കിൻ കുഴലുകൾ ഇറക്കി ഉള്ളിലേക്ക് അങ്ങ് ചെലുത്തും. ശ്വാസം വിടാൻ വയ്യാതെ തൊണ്ടയിലൂടെ ധാരമിട്ട് അതിലൂടെ കുഴലിറക്കി ശ്വാസം നിലനിർത്തും. സർവവും സൂചികൾ, കുഴലുകൾ, മരുന്നുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. മൂക്കിൽ കുഴലിട്ട് പോഷകാഹാരങ്ങൾ കുത്തിവെച്ചാലും കുറച്ചു നാൾ കൂടി മാത്രമേ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുകയുള്ളൂ. കഠിന രോഗബാധിതനായി മരണത്തെ നേരിൽ കാണുന്നതുവരെ അവസാന നിമിഷം നീട്ടിവെക്കാനായിട്ട് ഐസിയുവും വലിയ വെന്റിലേറ്ററുകളും പ്രവേശിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? രക്ഷയില്ലെന്ന് കണ്ടാൽ സമാധാനമായി പോകാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്. മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. മരിക്കാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവാക്കുന്ന, നിശബ്ദമായി വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരും സ്ഥാപനങ്ങളും മതി, ഇനി നിങ്ങൾ ചികിത്സിക്കേണ്ടതില്ല, ചികിത്സിക്കുന്നത് കൊണ്ട് ഫലമില്ല, ഇത്രയും തുക ചെലവാക്കി നിങ്ങൾ ഇവിടെ കിടത്തേണ്ടതില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്ന ഒരു ആശുപത്രി അല്ലെങ്കിൽ വൈദ്യൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ. അത്തരക്കാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. എൻ്റെ നാട്ടിലൊരു നസീർ ഹുസൈൻ ഡോക്ടറും ഒരു മൻസൂർ ഡോക്ടറിനെ പോലെയൊക്കെ ഉള്ളവർ മരണപ്പെട്ടു പോയി. പടച്ചവൻ കബറിടം വിശാലമാക്കട്ടെ. അവരൊക്കെ മതിയാക്ക്, അത് മതിയെന്ന് പറയുമായിരുന്നു. അവരുടെ ബോധ്യങ്ങൾ ശരിയുമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇദ്ദേഹം പറഞ്ഞ ആ മനോഹരമായ വാക്കുകൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർ പലരും മക്കളോട് പറയേണ്ടതാണ്. എഴുന്നേറ്റ് നടക്കാനായില്ലെങ്കിൽ പിന്നെ കിടക്കയിലിട്ട് ഒരിക്കലും നടക്കാനാകാത്ത ഒരാളിനെ ഇട്ട് കുത്തിപ്പറിച്ച് നശിപ്പിച്ച് കുടുംബവും കുളം തോണ്ടി എന്തിനാണ്? വേദന സംഹാരി കഴിക്കണം. എന്നിട്ട് ശാന്തമായി കൊതിയുള്ളതെല്ലാം കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരെയും കണ്ട് മരിക്കാനാവണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ചിന്തിക്കാറുമുണ്ട്. എൻ്റെ ഉമ്മ ഒരു ഭാഗ്യവതിയായിരുന്നു എന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഇത് കേട്ടപ്പോഴും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ സംഗതിയാണെങ്കിൽ മനുഷ്യത്തിൻ്റെ സ്നേഹശാസ്ത്രത്തിൻ്റെ ഒരു ഗുണപാഠം കൂടി കഴിഞ്ഞ ദിവസം സാക്ഷിയാകേണ്ടി വന്നു. 5ഓളം ആൺമക്കളുണ്ട്, 2 പെൺമക്കളും. ഉമ്മ വാർദ്ധക്യത്തിലായിരുന്നു. ഉമ്മയെ നോക്കണം, ചികിത്സിക്കണം. മരുമക്കൾക്കും ആൺമക്കൾക്കുമെല്ലാം വല്ലാത്ത അസൗകര്യം. പലതും നടക്കുന്നില്ല, ഒന്നും നോക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ നോക്കുകയാണെങ്കിലോ ഒരുതരം പ്രതികാര ബുദ്ധി പോലെ. എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം, പക്ഷേ ആരും ഇവിടെ കയറിപ്പോകരുത് എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിലുള്ള വാപ്പയെയോ ഉമ്മയെയോ നോക്കേണ്ടത് പ്രതികാര ബുദ്ധിയോടെയല്ല, സ്നേഹത്തോടെ ആവണം. എത്ര സ്നേഹത്തോടെ എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ മടിയിലിരുത്തി കൂടെ കൊണ്ട് നടന്ന് ശരീരത്ത് മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ ഒരു വെറുപ്പും വിദ്വേഷവും കാണിക്കാതിരുന്ന ആ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ അത്രയൊന്നും നമുക്ക് നൽകാനാവില്ല. പക്ഷേ അതിൻ്റെ 4-1 നമുക്ക് നൽകാനാവണം. ഇവിടെ തിരിച്ചായിരുന്നു. ഒടുവിൽ ഇടപെട്ടു. പെൺമക്കളെ നോക്കാമെന്ന് സമ്മതിച്ചു. അവർ സന്തോഷത്തോടെ നോക്കി. എല്ലാവരും വരികയും കാണുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പോകവേ ആൺമക്കൾക്ക് മനസ്സിലായി അവസാന നിമിഷം അടുക്കാറാകുന്നു. പിന്നെ അടുത്തതെന്താണെന്നറിയുമോ? ഉമ്മയെ കൊണ്ടുപോകണം. എന്തിന്? ഇനി അധിക സമയമില്ല. അപ്പോൾ മരിക്കുമ്പോൾ മോളുടെ വീട്ടിൽ മരുമോൻ്റെ അടുപ്പമാണ് മരിച്ചത്. ഞങ്ങൾ 4-5 ഗജകേസരിമാർ, വലിയ തടുമിടുക്കന്മാർ, ഉണ്ണാക്കന്മാർ, ഉണ്ടാക്കിയവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞത് മകളുടെ വീട്ടിൽ കിടന്ന് മരിച്ചാൽ ക്ഷീണമല്ലേ? പിന്നെ എന്ത് വില കൊടുത്തും കൊണ്ടുപോകണം? വേണമെങ്കിൽ അതിന് പോലീസ് സ്റ്റേഷനിൽ പോകണം.
കരുതിയിരിക്കുകയായിരുന്നു, ഞാനും കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ വിളിക്കാൻ വരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ ഈ മകളെ വിവാഹം കഴിച്ച പാവപ്പെട്ടവനോട് ഞാനും പറഞ്ഞിരുന്നു. എന്തായാലും ഈ മക്കൾക്ക് അങ്ങനെ കൊണ്ടുപോയി അഭിമാനം സംരക്ഷിക്കാൻ പടച്ചതമ്പുരാൻ ഉമ്മയെ കൊടുത്തില്ല. മരണപ്പെട്ടു. മരിച്ചതിന് ശേഷമാണ് പിന്നീട് കൊണ്ടുപോയത്. അതൊക്കെ വലിയ ക്ഷീണമാണ് മക്കൾക്ക്. വേറെ വീട്ടിൽ കിടന്നാണ് മരിച്ചത്, മോടടുത്ത് കിടന്നാണ് മരിച്ചത്. പക്ഷേ ആ ഉമ്മയെ നോക്കാൻ വയ്യ. ഈ ഓർക്കുന്ന മകനും മകളും മരുമകളും ഒക്കെ ഓർക്കണം, കാലം കരുതി വെച്ചിട്ടുണ്ട് സമ്മാനം. എല്ലാവർക്കും കരുതി വെച്ചിട്ടുണ്ട്. കനത്തത് കിട്ടും. അപ്പോൾ ചിലപ്പോൾ എന്താ വ്യത്യാസം എന്നറിയാമോ? ചിലപ്പോൾ ചെയ്തവർക്കും കിട്ടുമായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്ന ചിന്ത, ഞാനങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ ഉമ്മയോട്, എൻ്റെ വാപ്പയോട്, അപ്പോൾ എനിക്ക് തരുന്നത് പടച്ചവൻ തരുന്നതായിരിക്കും എന്ന് വിചാരിക്കും. എന്നാൽ മറിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തോന്നും, ഞാൻ എൻ്റെ ഉമ്മയോട് അന്ന് എന്താണ് ചെയ്തതെന്ന്. അത് അന്നേരത്തെ വേദനയെ ഇരട്ടി വേദനയാക്കി മാറ്റും. അതുകൊണ്ട് ഇത് രണ്ടും ഓർത്തിരിക്കുക. ഒന്ന് വൈദ്യശാസ്ത്രമാണെങ്കിൽ മറ്റൊന്ന് പറയുന്നത് മനുഷ്യശാസ്ത്രമാണ്. മറക്കാതിരിക്കാം.